എന്താണ് ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ശ്വാസത്തിൽ ഒന്നേ പറയാനുള്ളൂ, ബൺ മസ്കയും ഇറാനി ചായയും. അപ്പോൾ നമ്മുടെ ചായ് കപ്പിൾ ഫേമസ് ആക്കി മാറ്റിയ ബൺ മസ്ക് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം 80 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ള, റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂണോ വിസ്കോ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്രീമിയായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ക്രീമായിട്ട് വരണം കേട്ടോ, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ എനിക്ക് തോന്നി ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ആ ഒരു ടേസ്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി എന്താ പറയുക ഫീലുള്ളത് നമുക്കത് കഴിക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേണം എന്നുള്ളവർക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, പക്ഷേ എനിക്ക് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർക്കുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചായയാണ്. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് ബണ്ണ്, നിങ്ങൾ ബണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ നവ്യ ബേക്കറിയുടെ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ വാങ്ങിക്കാറുള്ളത് അതായതുകൊണ്ട് അത് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ ക്രീം, നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ ക്രീം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം വേണമെങ്കിൽ ഷുഗർ ചേർക്കട്ടെ. അപ്പോൾ ഷുഗർ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നേരം ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നോടം വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചായ് കപ്പിൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ ഹാർഡ് വർക്കും കൊണ്ട് ഈ കേരളക്കരയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗം ചെറുതല്ലല്ലേ. ശരിക്കും അവരുടെ ബൺമസ്കയും ചായയും കുടിക്കാൻ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.